ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു അയിലക്കറി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചു. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഉലുവ ചേർത്ത് പൊട്ടിച്ചു കൊടുത്തു. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം വഴറ്റിയ ശേഷം ഇതിലേക്ക് ആവശ്യമായുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത ശേഷം പൊടികളെല്ലാം നന്നായിട്ട് മുറുകിയ ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. 1/2 കിലോ മീനേ ഉള്ളൂ, അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുടംപുളിയും ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തിളച്ച ശേഷം ഇതിലേക്ക് അയില നന്നായിട്ട് കഴുകിയെടുത്ത അയിലയാണ്, അത് ചേർത്ത് കൊടുക്കുക. അയില ചേർത്ത് കൊടുത്ത ശേഷം കറി നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇല്ലെങ്കിൽ തേങ്ങ അരച്ചാണ് ഞാൻ ചേർത്തേക്കുന്നത്. അരച്ചൊഴിച്ച് കറി നന്നായി തിളപ്പിച്ച് വറ്റിയ ശേഷം ഇറക്കി വയ്ക്കുക. ഈ കറിയിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത്, വട്ടത്തിലരിഞ്ഞത് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് താളിച്ച് ചേർക്കുക. അടിപൊളി രുചിയാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ അയിലക്കറിക്ക്. നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇതുപോലെയുള്ള ഒരു അയിലക്കറി തയ്യാറാക്കി നോക്കൂ.